അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സലിൽ മാത്യു. ഇന്ന് നമ്മൾ ഇന്ത്യ ഗ്രോ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യ ഗ്രോ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷേ ഇന്ന് ഞങ്ങൾ കണ്ടത് ഓൾ ഓവർ ഇന്ത്യയിൽ ഇന്ന് ഇതിന്റെ ടേൺ ഓവർ വളരെയധികം ഇംപ്രൂവ് ആവുകയും കുറെ കർഷകന്മാർക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരികയാണ് ഒരു ടൂർ കഴിഞ്ഞിട്ട്. അവിടുത്തെ കർഷകന്മാർ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളത്തിലും ഈ പ്രൊഡക്ഷന്റെ വളരെയധികം റെസ്പോൺസ് നമുക്ക് ഓൾറെഡി കിടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പ്രൊഡക്ഷനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിലിൽ നമ്മളൊരു ചെറിയൊരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഇന്ന് ഈ പ്രസന്റേഷൻ മൂലം നമുക്ക് കഴിയും. ഏറ്റവും ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പറയുന്നു. അതായത് നമ്മൾ MI ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആദ്യം ചെയ്യേണ്ട കാര്യം ഇന്ത്യ ഗ്രോ ബ്രാൻഡിനെ പറ്റിയിട്ട് നന്നായി നമുക്ക് പഠിക്കുക. അതിനു വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഏരിയയിൽ ഏതൊക്കെ കർഷകന്മാരുടെ ഏതൊക്കെ ക്രോപ്സ് ആണ് നിങ്ങളുടെ ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അരിയാണ്, നെല്ല്, അതുപോലെ തന്നെ വാഴ, അതുപോലെ തന്നെ പച്ചക്കറികൾ. അപ്പൊ നിങ്ങളുടെ ഏരിയയിലെ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് നിങ്ങളുടെ ഏരിയയിൽ നടക്കുന്നത്, ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറച്ച് പഠിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും 5-6 ഗ്രാമങ്ങളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. നിങ്ങൾ താമസിക്കുന്ന അടുത്ത ഏരിയയിൽ 5-6 ഗ്രാമങ്ങളിൽ നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിൽ ഏതൊക്കെയാണ് കർഷകന്മാര് കൃഷി ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് കണ്ടറിയേണ്ടി വരും. ഇതാണ് ആദ്യത്തെ നമ്മുടെ ഡ്യൂട്ടി. അതായത് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യണം അത് നമുക്ക് ഇതിൽ പറഞ്ഞു തരാം. പക്ഷെ ആദ്യത്തെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ അടുത്തുള്ള 5-6 ഗ്രാമത്തിൽ നിങ്ങൾ പോയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ്, അതായത് ഏതൊക്കെ കർഷകന്മാർ നിങ്ങളുടെ ഏരിയയിലുണ്ട്, അവരെ പറ്റിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അവരെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി. പിന്നെ ഇന്ന് പറയാൻ പോകുന്ന ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് തരുന്ന ഓരോരോ ഇൻഫർമേഷൻ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വിശ്വാസം അവർക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കർഷകർ ആ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റിനെ ഇത് കുറയ്ക്കുകയും നിങ്ങളുടെ ഔട്ട്പുട്ട് കൂട്ടുകയും ചെയ്യുന്നുള്ള ഗ്യാരണ്ടി നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. അതിന് പറ്റിയിട്ട് കുറെ ഞങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലെ കർഷകരെ നോക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് അതിന്റെ ഗ്യാരണ്ടി നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഇന്ത്യ ഗ്രോവിന്റെ പ്രൊഡക്ട്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാന്റാസ്റ്റിക് ആണ്. അതുകൊണ്ട് അവരുടെ ഈൽഡ് കൂടുകയും അവരുടെ കൾട്ടിവേറ്റിംഗ് ചെയ്യാനുള്ള കോസ്റ്റ് കുറയ്ക്കുകയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഏരിയയിൽ കുറെ പ്രൊഫഷണൽ ഫാർമേഴ്സ് ഉണ്ടാവും. കുറെ ഏരിയയിൽ നമ്മൾ കണ്ടുള്ള ചെറിയ കർഷകന്മാരുണ്ടാവും. 1 ഏക്കർ 2 ഏക്കറുള്ള, ചിലർ 10 ഏക്കറും 20 ഏക്കറും 50 ഏക്കറുള്ള കർഷകന്മാരെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അവരിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് PUCയിലെ ഇന്ത്യ ഷോപ്പില് ഈ പ്രൊഡക്ട്സ് ഇതിന്റെ ഡിമാൻഡുള്ള പ്രൊഡക്ട്സിന്റെ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുവേണ്ടി നിങ്ങളുടെ അപ്ലൈനെയും നമ്മുടെ കമ്പനിയുടെ റീജിയണൽ മാനേജറായ മിസ്റ്റർ ചലപതിയും പിന്നെ ദിലീഷിനെയും ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത PUCയിലെ നമ്മുടെ പ്രൊഡക്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾക്ക് കണ്ടു വരും. അതിന്റെ സ്റ്റോക്ക് കുറവാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ഒന്ന് സർവേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പ്രൊഡക്റ്റാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്ഷൻ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് നമ്മുടെ ഓരോരോ PUCകളിലും അല്ലെങ്കിൽ ഇന്ത്യ ഷോപ്പിയുടെ ഔട്ട്ലെറ്റിലും നമുക്ക് അതിന്റെ സ്റ്റോക്ക് ഉണ്ടാവുന്ന കാര്യം പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മനസ്സിലാണെങ്കിൽ നമ്മൾ ആരാണ്. നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തില് നമ്മളൊരു അഗ്രികൾച്ചർ കമ്പനിയാണ്. അതിന് നമുക്ക് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. NPOP ആൻഡ് NOP പ്രൊഡക്ട്സ്, ഈ രണ്ടിന്റെയും നമുക്ക് സർട്ടിഫിക്കേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് എങ്ങനെയാണ് സർട്ടിഫിക്കേഷൻ വന്നത്. പിന്നെ നമുക്ക് പഠിപ്പിക്കാൻ എന്താണെങ്കിൽ മോഡേൺ അഗ്രികൾച്ചർ ടെക്നോളജി എന്താണ്. നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മൾ വർക്ക് ചെയ്യുന്ന MI ലൈഫ് സ്റ്റൈലിലെ എലിമെന്റ് വെൽനസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിന്റെ റേഞ്ച് ഉണ്ട്. അത് ആയുർവേദത്തിന്റെ മുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അതുമാതിരി തന്നെ നമ്മുടെ ഇന്ത്യ ഗ്രോന്റെ പ്രൊഡക്റ്റും വൃക്ഷ ആയുർവേദ കോൺസെപ്റ്റിന് മുകളിലാണ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ വൃക്ഷ ആയുർവേദ കൺസെപ്റ്റിന്റെ ത്രൂ ഡിസൈൻ ചെയ്ത ഈ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ ഫാർമേഴ്സ്, അതായത് നമ്മുടെ കർഷകന്മാരുടെ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ, അതായത് ഫാർമിംഗ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റിംഗ് കൂടുന്നത് അത് കുറയ്ക്കാനാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമ്മൾ ഈ ഫാർമേഴ്സിന്റെ നോൺ ഓർഗാനിക് അഗ്രികൾച്ചർ ചെയ്യുന്ന ആൾക്കാരുടെ സ്ലോലി നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ഹെൽത്തി ഫാം പ്രൊഡ്യൂസ് ഉണ്ടാക്കാൻ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾക്ക് കഴിയും. പിന്നെ അതായത് കുറെ ആൾക്കാർ ഇത് വിൽക്കാൻ പോകുമ്പോൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാറുണ്ട്, സാറേ ഇതിനു വേണ്ടി പ്രത്യേക ലൈസൻസിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ? കുറെ ആൾക്കാർ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ പറയും, സാറേ ഇതിന് പെസ്റ്റിസൈഡിന്റെ ലൈസൻസ് ഉണ്ടോ? അപ്പൊ ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. ഒന്നാമത്, ഇത് ഫെർട്ടിലൈസറിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നുമില്ല, നമ്പർ 1. നമ്പർ 2, ഇത് പെസ്റ്റിസൈഡ് അല്ല. ഇത് വരുന്നത് ബയോസ്റ്റിമുലന്റ് ആക്ടിലാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം പെടുന്നത്. അതായത് പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡിന്റെ ലൈസൻസിന്റെ ആവശ്യമില്ല, ഫെർട്ടിലൈസറിന് ഉപയോഗിക്കുന്ന ലൈസൻസിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആ സെക്ടറിൽ പെടുന്നില്ല. നമ്മൾ പെടുന്നത് ബയോസ്റ്റിമുലന്റ് ആക്ടിലാണ്. അതിനുവേണ്ടി 3 ടയർ ലൈസൻസിങ് സിസ്റ്റമാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആയി കിട്ടിയിരിക്കുന്നത് G2 സർട്ടിഫിക്കേഷൻ ആണ്. അത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാട്സപ്പിൽ എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. G2 സർട്ടിഫിക്കേഷൻ നമ്മുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് ഓൾറെഡി ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. അടുത്തത് വരാൻ പോകുന്നത് G3 സർട്ടിഫിക്കേഷൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഗവൺമെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കമ്പനികൾ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ പുതിയ വിങ് തുടങ്ങിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറച്ച് ദിവസം മുമ്പാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. അത് ഈ വർഷത്തിന്റെ നവംബർ വരെ ഈ സർട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്ത കമ്പനികളുടെ G3യുടെ സ്ക്രൂട്ടിനി നടന്നിട്ട് ഈ വർഷത്തിന് അവസാനം ഗവൺമെന്റ് തന്നെ അത് നമുക്ക് എല്ലാവർക്കും തരാൻ പോവുകയാണ്. അപ്പോൾ ഈ G3 സർട്ടിഫിക്കേഷന് വേണ്ടി ചെയ്ത് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് ഇത് 100% നമുക്ക് ഇതിന് കിട്ടുന്നുള്ള ഗ്യാരണ്ടി ഞാൻ നിങ്ങളോട് തരാം. കാരണം ഇതിന്റെ പ്രോസസ് ഗവൺമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഓൾറെഡി പ്രസന്റ് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോ വെയിറ്റ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷന്റെ ആ പ്രൊസീജിയറിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നതാണ് G1 സർട്ടിഫിക്കേഷൻ. G1 സർട്ടിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ G3 സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്പനികളുടെ ഓരോ സ്റ്റേറ്റ് വൈസ്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഈ സൗത്തിന്റെ എല്ലാ ഇന്ത്യയിലും ഓരോരോ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് ആണ് G1. ഇതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് ഫീൽഡ് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് ആവശ്യമുള്ളതാണ് G2 സർട്ടിഫിക്കേഷൻ ബയോസ്റ്റിമുലന്റ് ആക്ടിന്റെ അകത്ത്. അത് നമ്മൾ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ബാക്കിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. G3 കിട്ടിക്കഴിഞ്ഞാൽ G1ന് വേണ്ടി നമുക്ക് കിട്ടും. ഏറ്റവും ഓർമ്മിക്കാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നിലും കെമിക്കൽ ഇല്ല. ഇതിന്റെ ഉള്ളിൽ ഒരേ ഒരു ടൈപ്പ് കെമിക്കലും നമ്മൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ പ്ലാന്റ് എക്സ്ട്രാക്റ്റും പ്ലാന്റിന്റെ ഓയിലും കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. 100% ഓർഗാനിക് നമ്മുടെ പ്രൊഡക്ഷനിൽ. നമ്മൾ ചെയ്യുന്ന രണ്ട് ഏരിയയിലാണ് നമ്മുടെ ഇന്ത്യ ഗ്രോന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയത് ന്യൂട്രീഷൻ, അതായത് ക്രോപ്പ് ന്യൂട്രീഷൻ. സെക്കൻഡ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് വേണ്ടി ന്യൂട്രീഷന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഫുഡുകളുണ്ട്. അതുമാതിരി തന്നെ കുറെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്. അതുമാതിരി തന്നെ ഇത് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ ന്യൂട്രീഷണൽ ഓർ ക്രോപ്പ് പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ന്യൂട്രീഷൻ കൂട്ടാനോ ഉള്ള 2 ഭാഗത്താണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി കെമിക്കൽ ഫാർമിംഗ് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ സ്പീഡിൽ ഫാസ്റ്റർ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റേഞ്ച് ആണ് നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രൊഡക്റ്റ് നമുക്ക് എല്ലാ മൈ ലൈഫ് സ്റ്റൈലിന്റെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ, ഫസ്റ്റ് നമുക്ക് ഈ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ 24/2/23 നമുക്ക് ഇക്കോസെർട്ട് ഇൻപുട്ട് സർട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിന്റെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാൻ പറ്റുന്നു. നമ്മുടെ കമ്പനിയുടെ പേര് വെച്ചിട്ട് നമ്മുടെ ഓരോരോ പ്രൊഡക്റ്റിന്റെ അതിന് വേണ്ടിയിട്ടുള്ള എക്സാക്ട് സർട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണിക്കാൻ പോകുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ്.
ഇതിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിൽ നമ്മുടെ ഇന്ത്യ ഗ്രോ, മൈ ഫ്രേ പ്ലസ്, ഇന്ത്യ ഗ്രോയുടെ ഗ്രോ മാജിക്കിന്റെ അഡ്വാൻസിന്റെയും ഈ ഓരോരോ പ്രൊഡക്റ്റിന്റെയും MI വീറിന്റെയും MI പ്രൗഡിന്റെയും ഇതെല്ലാത്തിന്റെയും ബ്രാൻഡിന്റെ പേരും പ്ലസ് ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ഇന്ത്യ ഗ്രോന്റെ പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ കംപ്ലീറ്റ് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഞാൻ നിങ്ങൾ തരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോട് കേട്ടിട്ട് നിങ്ങൾക്ക് അതെല്ലാം എഴുതിയെടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ, ഇതിന്റെ ഡോസ് എത്രയാണ്, ഏത് സമയത്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം ഞാൻ ഇനി പ്രസന്റേഷനിൽ നിങ്ങൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ദയവിട്ട് പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സൂപ്പറായിട്ട് ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും നല്ല ഇൻകം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതകൾ കൂടുതലാണ്. ഏതെങ്കിലും ഒരു കർഷകന് നിങ്ങൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോരോ ബോട്ടിലുകളോ അല്ലെങ്കിൽ പാക്കറ്റിന് മുകളിലുള്ള ഓരോരോ റെക്കമെൻഡേഷൻസും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. കുറച്ച് നോളജ് ഇല്ലാണ്ട് നമുക്ക് ഈ ഫീൽഡിൽ പോയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വളരെ ശ്രദ്ധപൂർവ്വം നിങ്ങൾ കേൾക്കണം എന്നുള്ള ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ ഏത് കെമിക്കൽ ആണെങ്കിലും അതിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ കോപ്പർ ഉള്ളതും സൾഫർ ഉള്ള പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മുടെ ഒരു പ്രൊഡക്റ്റും മിക്സ് ചെയ്യാൻ പാടില്ല. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഏത് പ്രൊഡക്റ്റിന്റെ കൂടെയും നമ്മുടെ പ്രൊഡക്റ്റിനെ മിക്സ് ചെയ്താലും യാതൊരു സൈഡ് എഫക്ട് ഉണ്ടാവില്ല. പക്ഷെ കോപ്പറും സൾഫറും ഉള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതൊരു പ്രിക്കോഷണറി നോട്ടീസ് ആണ്. ഇന്ത്യ ഗ്രോയുടെ പ്രൊഡക്റ്റിന്റെ സ്പ്രേയിങ് ചെയ്യാൻ പറ്റും. ആ സ്പ്രേയിങ് എപ്പോ ചെയ്യണം? ഒന്നോലെ കാലത്ത്, ഏർലി മോർണിംഗ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ലേറ്റ് ഇൻ ദി ഈവനിങ്, സൂര്യൻ അസ്തമിക്കുന്നതിന് കഴിഞ്ഞിട്ട്. കാരണം സൂര്യൻ വളരെ മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ അത് ഈ സാധനങ്ങൾ ഉണങ്ങിപ്പോകും. സൺബേൺ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കുറയും. അതുകൊണ്ട് കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്ലാന്റ് പ്രൊട്ടക്ഷന്റെ സീരീസില് ഈ റേഞ്ചില് MI വീറിന്റെയും MI പ്രൗഡിന്റെയും കോമ്പിനേഷൻ ആൻഡ് കമ്പൈനിങ് ഓഫ് MI സിട്ര വിത്ത് MI പ്രൗഡ്, ഈ 4 കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. MI വീറും MI പ്രൗഡും MI സിട്രയും MI പ്രൗഡും കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. ഇതൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. MI വീറും MI പ്രൗഡും അല്ലെങ്കിൽ MI സിട്ര MI പ്രൗഡിനും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. അതിന്റെ വേറെ റിയാക്ഷൻ ഉണ്ടാവും. പിന്നെ വീഡിസൈഡ് ആൻഡ് ഹെർബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ പോയി നോക്കുമ്പോൾ കർഷകന്മാർ കാണുന്നത് അരിയുടെ കൂടെ വേറെ കുറെ പുല്ലുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ വെജിറ്റബിൾസ് നടുകയാണെങ്കിൽ അതിന്റെ കൂടെ വേറെ പുല്ലുകൾ, വേറെ ഹെർബ്സ് വരും, അല്ലെങ്കിൽ വീഡ്സ് വരും. ഇതിനു വേണ്ടിയിട്ട് നാശകം ചെയ്യാൻ വേണ്ടി കുറെ നമ്മൾ പമ്പുകൾ കെമിക്കൽസ് ഇട്ട് സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഹെർബിസൈഡ്സും നമ്മുടെ പ്രൊഡക്റ്റിന് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് പുല്ല് കത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവിട്ടിട്ട് ഹെർബിസൈഡ്സിന്റെ കൂടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് മിക്സ് ചെയ്യാൻ പാടില്ല. പിന്നെ എല്ലാ സ്റ്റാൻഡേർഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസുകളും ഗവൺമെന്റ് എന്താണ് നമുക്ക് റെക്കമെൻഡേഷൻ തന്നിരിക്കുന്നത് ആ റെക്കമെൻഡേഷന്റെ അണ്ടറിലാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഫീൽഡ് പ്രൊമോട്ട് ചെയ്യാൻ യാതൊരു ഭയമില്ലാണ്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുറെ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് ഈ ഓർഗാനിക് കൾച്ചറിനെ പറ്റി. കുറെ ആൾക്കാർ മനസ്സിലായാലും ഈ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചറിസ്റ്റ്, അതായത് ഇന്ത്യൻ കർഷകന്മാര് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ. കാരണം ഇന്ത്യയിലല്ല, ലോകത്തിൽ എല്ലായിടത്തും ക്ലൈമറ്റിക് ചേഞ്ചുകൾ കുറെ നടക്കുന്നുണ്ട്. പണ്ട് കാലത്ത് വരുന്ന തണുപ്പ് തീരുന്നത് ഡിസംബർ ആണെങ്കിൽ തീരുന്നു. ഇപ്പോഴും കുറെ സ്ഥലങ്ങളിൽ തണുപ്പുകളുണ്ട്. അതായത് ക്ലൈമറ്റിക് ചേഞ്ചുകൾ വരുമ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറെ കർഷകന്മാർ അവരുടെ അത് മാറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പിന്നെ കുറെ പഠിച്ച വ്യക്തികൾ, അതായത് കാലത്ത് 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാർ ഇപ്പൊ വിട്ടിട്ട് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് വരികയാണ് നമ്മൾ ഇന്ത്യയിലെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ് ഇന്ന് പ്രൊഫഷണൽസ് ആൾക്കാർ
അവരവരുടെ ജോലികൾ വിട്ടിട്ട് ഈ ഓർഗാനിക് ഫാമിങ്ങിലേക്ക് വരുന്നു. കാരണം അതിൽ കൂടുന്ന കിട്ടുന്ന ഇൻകം വളരെയധികം ബെറ്റർ ആണ്. പിന്നെ 4 ലക്ഷം ഹെക്ടയർ ഇന്ന് ഗവൺമെന്റ് തന്നെ നീതി ആയോഗ് പറയുന്നത് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് നീതി ആയോഗ്. 4 ലക്ഷം ഹെക്ടയറിലെ ഈ കംപ്ലീറ്റ് അഗ്രികൾച്ചറൽ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെന്റും ഇന്ന് കർഷകന്മാരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യഗ്ര കൊടുക്കുന്ന സമയം വളരെ നല്ലതാണ്. ഇത് നമ്മൾ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മാർക്കറ്റ് ഇന്ന് പിടിക്കാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റേഞ്ച്? ആദ്യത്തെ വരുന്നതാണ് ഭൂവസ്ത്ര സൂപ്പർ, രണ്ടാമത്തെ വരുന്നത് ഗ്രോ മാജിക് അഡ്വാൻസ്, മൂന്നാമത്തെ വരുന്നത് MI സ്പ്രേ പ്ലസ്. ഈ 3 പ്രൊഡക്റ്റ് വളരെയധികം വ്യത്യാസം വരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. കുറെ ആൾക്കാർ ചോദിക്കും എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിന്റെ റേഞ്ചാണ്. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയില് നോർത്ത് ഇന്ത്യയുടെ ഒരു ടൂറിലാണ്. അവിടെ വെച്ചിട്ട് ഞാൻ കണ്ടത് അത്ഭുതങ്ങളായ കുറെ കർഷകന്മാരുടെ സൈറ്റിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്തു വന്നു. അപ്പൊ ഒരു കർഷകന്റെ അവിടെ വന്നിട്ട് ഞാൻ കണ്ടത് ഈ സീനാണ്. ഇതാണ് സാധാരണ ചെറുനാരങ്ങ. ഇത് ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ചെറുനാരങ്ങ എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ഈ 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ചെറുനാരങ്ങ തോട്ടത്തിൽ പോയിട്ട് ഞാൻ കണ്ടത് വളരെ അത്ഭുതകരമായ ഒരു ചെറുനാരങ്ങ എന്ന് പറയാൻ പറ്റില്ല, അത് വലിയ നാരങ്ങയാണ്. ഇതാണ് സൈസിന്റെ ഡിഫറൻസ്. ഇത് ഓറഞ്ച് അല്ല, മോസമ്പി അല്ല, ഇത് ചെറുനാരങ്ങയുടെ അപ്പൻ എന്ന് പറയാൻ പറ്റും. ഇതിന്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 300 ഗ്രാമാണ്. ഇതിന്റെ സൈസുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമൽ ചെറുനാരങ്ങ ഈ 3 പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് സൈസ് ഇത് ഇന്ന് ടോട്ടലി എക്സ്പോർട്ട് ആവാണ്. അയാൾക്ക് വളരെ സന്തോഷകരമായിട്ട് എന്റെ കയ്യിൽ ഇത് തന്നു. സാറെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് നിങ്ങൾക്ക് 5 ചെറുനാരങ്ങ 6 ചെറുനാരങ്ങയുടെ ജ്യൂസ് കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതാണ് ഈ 3 പ്രൊഡക്റ്റിന്റെ കോമ്പിനേഷൻ ചെയ്ത് കണ്ടത്. മൈ ഡിയർ ഫ്രണ്ട്സ്, അതല്ലാണ്ട് MI വീർ ഉണ്ട്, MI പ്രൗഡ് ഉണ്ട്, MI സിട്ര ഉണ്ട്, മോഡിഫൈ ഉണ്ട്, ലാസ്റ്റ് വരുന്നത് വൈറസ്. ഇങ്ങനെ ഈ റേഞ്ചാണ് ഇന്ന് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ത്രൂ നമുക്ക് ഇന്ത്യ ഗ്രോവിന്റെ കൂടെ കിട്ടും. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭൂവസ്ത്ര എന്താണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂവസ്ത്ര ഒരു സോയിൽ സ്റ്റെറിലൈസേഷൻ ഫോർമുലയാണ്. അതായത് മണ്ണിൽ ഉണ്ടാകുന്ന എല്ലാത്തരം പ്രോബ്ലംസിന് വേണ്ടി അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഭൂവസ്ത്ര സൂപ്പർ. ഇത് വരുന്നത് മണിമായിട്ടാണ് ഇതിന്റെ ഫോർമേഷൻ. അതായത് ഗ്രാനുലർ ഫോമിലാണ് നമ്മൾ ഭൂവസ്ത്രം കിട്ടുന്നത്. ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഭൂവസ്ത്ര ഫെർട്ടിലൈസർ അല്ല, നമ്പർ 1. നമ്പർ 2, ഇത് ഫെർട്ടിലൈസറിന്റെ ആൾട്ടർനേറ്റീവ് അല്ല. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകന്മാരെ ക്രോപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡാണ്. ഇത് അതല്ല. ഇത് ആ സോയിലിനെ അതിന്റെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനും അതിനുള്ള രോഗങ്ങളെ മാറ്റാനും വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് കർഷകന്മാർ ഫേസ് ചെയ്യുന്ന കുറെ മണ്ണിലുണ്ടാകുന്ന കീടകളുണ്ട്. അതിന്റെ പേര് കുറെ ഇൻസെക്ട്സ് ഉണ്ട്. പേര് വൈറ്റ് ഗ്രബ് ഉണ്ട്, പിന്നെ ടെർമൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കട്ട് വേംസ്, അതായത് കട്ട് ചെയ്യുന്ന വേംസും, പിന്നെ ചെറിയ സ്നെയിൽസ്, അതായത് നമ്മൾ കക്ക എന്ന് പറയുന്ന സാധനങ്ങൾ, പിന്നെ രാത്രി ശബ്ദം ഉണ്ടാക്കുന്ന ക്രിക്കറ്റ്സ്. ഇതിന്റെ ഒക്കെ അവോയ്ഡ് ചെയ്യാനുള്ള അവോയ്ഡ് ഓൾ ദീസ് ഇൻസെക്ട്, അതായത് മണ്ണിൽ ഉണ്ടാകുന്ന ഈ ഓരോരോ കീടകൾക്കും ഏറ്റവും വലിയൊരു റെസ്പോൺസ് ആണ് നമ്മുടെ ഭൂവസ്ത്രം. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, മണ്ണിൽ ഉണ്ടാവുന്ന എർത്ത് വേം, അതായത് ചേര എന്ന് പറഞ്ഞ സാധനത്തിന് ഇതിന് യാതൊരു തെറ്റില്ല. അതിനു വേണ്ടി ഇതിന് യാതൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. അതിന്റെ അർത്ഥം നമ്മുടെ കർഷകന്മാർക്ക് ആവശ്യമുള്ള ചേര, അതായത് മണ്ണിൽ ഉണ്ടാവുന്ന ചേര അല്ലെങ്കിൽ എർത്ത് വേമിന് ഇത് യാതൊരു തരം പ്രോബ്ലം ഉണ്ടാക്കും. ഏതെങ്കിലും മെഡിസിൻസ് പൊട്ടഡോൺ ഭൂവസ്ത്ര, അതായത് ഈ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ കൂടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത് നമ്മുടെ വെള്ളത്തിന്റെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇതിന്റെ മെഡിസിൻ ഉള്ളത് കംപ്ലീറ്റ് വെള്ളത്തിൽ നിന്ന് അത് കോണ്ടാക്ട് വരുന്നതുകൊണ്ട് അത് സോയിലിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ ഈ ക്രോപ്സിന്റെ വേരുകളുടെ മുകളിൽ അത് ഒട്ടിപ്പിടിക്കുകയും അത് ഒട്ടിപ്പിടിച്ചിട്ട് ഇതിന്റെ ആ വിത്തിനെ പുറത്തേക്ക് വന്ന സീഡ്ലിംഗ് ട്രാൻസ്പ്ലാന്റ് ആകുമ്പോൾ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഭൂവസ്ത്ര.
ഭൂവസ്ത്ര നമുക്ക് വിത്തുകളുടെ കൂടെയും പിന്നെ വേറെ ഏതെങ്കിലും ഫെർട്ടിലൈസർ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ, കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് സോയിലിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ വിതറാൻ പറ്റും. എല്ലാ ഫാർമേഴ്സിനും സോയിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിങ്, അതായത് നമ്മൾ നെല്ല് നോക്കുമ്പോൾ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്, ഇവിടെ നിർത്തിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്കും. അപ്പൊ ആ നേരത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഭൂവസ്ത്ര സൂപ്പർ. പെരിനിയൽ ക്രോപ്സ്, അതായത് മരത്തിലുണ്ടാവുന്ന നാരങ്ങ, കിന്നോ, ഓറഞ്ച്, പിന്നെ പഴം, ഷുഗർ കെയിൻ, പിന്നെ മാംഗോ, ഇതിന്റെ മുകളിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഭൂവസ്ത്ര. ഇതിന്റെ ഫോം ആണ് ഞാൻ പറഞ്ഞ മാതിരി മണികൾ മാതിരിയാണ്, ഗ്രാനുലർ ഫോമിലാണ്. ആപ്ലിക്കേഷൻ നമുക്ക് ഇത് മണ്ണിലാണ് മിക്സ് ചെയ്യേണ്ടത്. മണ്ണിൽ ഒഴിച്ചിട്ട് വെള്ളത്തിലൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മണ്ണിൽ വെതിരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വെള്ളത്തിന്റെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന സാധനങ്ങൾ പുറത്തു വരും. പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഭൂവസ്ത്ര ഒരു ഫെർട്ടിലൈസർ അല്ല. ഇത് ഫെർട്ടിലൈസറിന്റെ സപ്പോർട്ട് മാത്രം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഫെർട്ടിലൈസർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ്, അത് ഫെർട്ടിലൈസർ അല്ല. എപ്പോഴാണ് നമ്മൾ ഭൂവസ്ത്ര ഉപയോഗിക്കേണ്ടത്? നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് തയ്യാറാക്കുന്ന സമയവും, അതായത് സപ്പോസ് നമ്മൾ നെല്ലിനെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്, ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്ത് മാറ്റുമ്പോൾ ആ നേരത്ത് നിങ്ങൾ മണ്ണിലേക്ക് ഇതിന്റെ യൂസിങ് ചെയ്യേണ്ടി വരും. പിന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്യാം, എപ്പോൾ വരെ യൂസ് ചെയ്യാം? ഇതിന്റെ പുറത്തേക്ക് ജെർമിനേഷൻ വന്നിട്ട് ഇതിന്റെ പ്ലാന്റ് പുറത്തേക്ക് വരുന്നവരെ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ഭൂവസ്ത്ര നല്ലൊരു പ്രൊട്ടക്ഷൻ തരും. അതായത് സോയിൽ, അതായത് മണ്ണിൽ ഉണ്ടാവുന്ന എല്ലാ തരവും കീടങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഏതൊക്കെ കീടങ്ങളാണ് നമ്മുടെ ഈ പടത്തിൽ കാണുന്ന മാതിരി വേരുകളെ അറ്റാക്ക് ചെയ്യുന്നത്, ചെടികളുടെ വേരിനെ അറ്റാക്ക് ചെയ്യുന്ന ഏത് തരം കീടങ്ങൾ നമ്മുടെ കർഷകന്മാർ ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എപ്പോ നമ്മുടെ ഈ ഭൂവസ്ത്രയുടെ ഗ്രാനുവൽസ്, ഈ മണികൾക്ക് മോയ്സ്ചർ അല്ലെങ്കിൽ വെള്ളത്തിന് കോണ്ടാക്ട് വരുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ ആ റൂട്ട്സിൽ പിടിച്ചിട്ട് നമ്മുടെ റൂട്ട്സിന്റെ എക്സ്റ്റൻഷൻ വളരെ നന്നായിട്ട് ചെയ്യുന്നു. ഇത് നമ്മൾ 6 മാസം വരെ ഇതിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മണ്ണിന്റെ ടെക്സ്ചർ, അതായത് മണ്ണിന്റെ ആ ഫോർമേഷൻ, അതിന്റെ ടെക്സ്ചർ നന്നായിട്ട് സ്മൂത്ത് ആക്കുകയും മണ്ണിൽ നിന്നുള്ള ഓക്സിജനുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും നൈട്രജൻ എക്സോർപ്ഷൻ ചെയ്യാനും പൊട്ടാഷ്യത്തെ അബ്സോർബ് ചെയ്യാനും മണ്ണിന്റെ ടെക്സ്ചർ നന്നായിട്ട് മാറ്റുകയും അതിന്റെ സ്ട്രക്ചർ സ്മൂത്ത് ആക്കുകയും നമ്മുടെ ഭൂവസ്ത്ര ചെയ്യുന്നുണ്ട്. ഏത് തരം ഇൻസെക്ട്സും നമ്മുടെ മണ്ണിന്റെ അകത്തിരിക്കുന്ന ഏത് തരം കീടങ്ങളായാലും അതിനെ നമ്മുടെ ഭൂവസ്ത്രം അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് കുറച്ച് റിസൾട്ട്സ്. കാണുന്ന ഈ ഓരോ സാധനങ്ങൾ, വൈറ്റ് ഗ്രബ്, പിന്നെ ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ കുറെ നമ്മൾ വീടുകളും കാണാറുണ്ട്. നമ്മുടെ മരത്തിൽ വരുന്ന ഒരു ഇതാണ്, കീടങ്ങളാണ് ടെർമൈറ്റ്സ്. പിന്നെ കാണുന്നത് സ്നേഹില്, അതായത് നമ്മൾ കക്കാന്നും പറയും. പിന്നെ ഈ സകല സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൽ ഉണ്ടാകുന്ന ഓരോ കീടങ്ങൾക്കും ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഭൂവസ്ത്രം. അതൊരു ഫൈറ്റോ ടോണിക് ആണ്. പോസിറ്റീവ് അഡ്വാൻറ്റേജ് ഗ്രോത്ത് ഉണ്ടാക്കുന്നു. നമ്മൾ 95 യൂസ് ചെയ്യുന്ന മാതിരി ഇത് നമുക്ക് അവിടെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ വിത്തുകൾ നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോൾ അതിന്റെ ജെർമിനേഷൻ, അതായത് വിത്തുനിന്ന് ചെടി പുറത്തേക്ക് വരുന്ന ജെർമിനേഷൻ പ്രോസസ്സിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുമാതിരി തന്നെ നമ്മുടെ ആ ചെടികളുടെ ഇനീഷ്യൽ ഗ്രോത്ത്, അതായത് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഗ്രോത്തിലേക്ക് നമ്മുടെ ആദ്യത്തെ ഇലകൾ വരുമ്പോൾ അതിനു വേണ്ടിയും വളരെയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ആദ്യത്തെ വരുന്ന ആ ചെടിയുടെ നിൽക്കാനുള്ള കപ്പാസിറ്റി, അതിന്റെ ശക്തികൾ കൂട്ടാനും നമ്മുടെ ഭൂവസ്ത്രം യൂസ് ചെയ്യുന്നു. പിന്നെ മണ്ണിൽ ഉണ്ടാവുന്ന ഓരോ ന്യൂട്രിയൻസ്, അതായത് പൊട്ടാഷ്യം, പിന്നെ കാൽസ്യം, ഇങ്ങനെ വേറെ വേറെ മണ്ണിൽ ഉണ്ടാകുന്ന ഓരോരോ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഇതിന്റെ വേരുകൾക്ക് കൂട്ടുന്നു. അതുകാര്യം തന്നെ കൊണ്ട് ആ സ്ട്രക്ചർ മാറ്റുമ്പോൾ നല്ല മൈക്രോബിയൽ ആക്ടിവിറ്റി, അതായത് നമുക്ക് ആവശ്യമുള്ള മൈക്രോബ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അതുപോലെ നല്ലൊരു പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഭൂവസ്ത്ര എന്ന് പറയുന്നത്. അടുത്ത പ്രോഡക്റ്റ് മനസ്സിലാക്കേണ്ടതാണ് ഗ്രോ മാജിക് അഡ്വാൻസ്. ഇത് 100 ഗ്രാമിന്റെ പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 3rd ജനറേഷൻ നാനോ ടെക്നോളജി, അതായത് ജാസ്മിനേറ്റ് എന്ന് പറഞ്ഞ ബേസിന്റെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പൗഡർ ഫോമിലാണ് വരാൻ പോകും.
ഇതും നമുക്ക് നമ്മുടെ മണ്ണില് വിത്ത് ദ ഡോസ് ഓഫ് ഫെർട്ടിലൈസർ, അതായത് നമ്മൾ യൂറിയ അല്ലെങ്കിൽ DAP ഇതിന് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ഇത് ബേസിൽ കൊണ്ടിട്ട് നമുക്ക് ഡോസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് അഡ്വാൻസ്. ഇത് നമ്മുടെ ഫെർട്ടിലൈസർ, അതായത് നമ്മൾ ഫെർട്ടിലൈസർ നമ്മുടെ കർഷകന്മാർ ഇടുന്നതിന്റെ ഡോസുകൾ കുറയ്ക്കുകയും അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഗ്രോ മാജിക് അഡ്വാൻസ്. ഇത് വേരുകളുടെ ഡെവലപ്മെന്റ് വേണ്ടിയും ഇനീഷ്യൽ പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയും പിന്നെ ഉണ്ടാക്കുന്ന പൂക്കളുടെ പ്രൊഫ്യൂസ്ഡ് ഫ്ലവറിങ്, അതായത് കൂടുതൽ അതിൽ പൂക്കൾ വരികയും പിന്നെ ആ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ ഫ്രൂട്ട്സ് വരുമ്പോൾ അതിന്റെ ഫ്രൂട്ട്സിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സൈസും കൂട്ടാനുള്ള ഒരു എബിലിറ്റി തരുന്നു. പിന്നെ കുറെ നമ്മൾ കാണാറുണ്ട്, ഇപ്പൊ മാങ്ങയുടെ സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണാറുണ്ട് മാങ്ങയുടെ മരത്തിന്റെ മുകളിൽ മാവിന്റെ മുകളിൽ ഉണ്ടാവുന്ന പൂക്കൾ കുറച്ച് കഴിഞ്ഞാൽ വീഴാൻ തുടങ്ങും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കണ്ണിമാങ്ങ ഉണ്ടാകുമ്പോൾ അത് വീഴാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മുടെ ഗ്രോ മാജിക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഫ്രൂട്ട് ഡ്രോപ്സും ഫ്ലവർ ഡ്രോപ്സും നിർത്തുകയും പിന്നെ അരി അല്ലെങ്കിൽ ഗോതമ്പ് ധാന്യങ്ങള് ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന സൈസിനെയും ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ എണ്ണ, അതായത് സൂര്യമുഖി പൂവിന്റെയും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കപ്പലണ്ടി, ഇതിന്റെ അകത്തിരിക്കുന്ന ഓയിലിന്റെ കണ്ടന്റും കൂട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ്. കുറെ നമ്മുടെ കപ്പലണ്ടിയുടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകന്മാർ പറയുന്നത് കപ്പലണ്ടിയിൽ ഉണ്ടാകുന്ന ഓയിലിന്റെ കണ്ടന്റും കൂടുന്നുണ്ട്. അതുമാതിരി തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വലിയൊരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിലുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. അതിന്റെ ടേസ്റ്റ്, അതായത് ഞാൻ ഈ നാരങ്ങ ഞാൻ കൊടന്നു കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ നാരങ്ങയുടെ ടേസ്റ്റും ഇതിന്റെ മണവും, അതിന്റെ മണം എൻഹാൻസ് ചെയ്യാനും ഫ്രേഗ്രൻസ് കിട്ടാനും പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ അകത്തുള്ള ജ്യൂസ് കൂട്ടാനും അതിന്റെ ഉള്ളിലുള്ള ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ഷുഗർ കെയിൻ, അതായത് കരിമ്പ് തോട്ടത്തിൽ ഇത് ഉപയോഗിച്ച കുറെ കർഷകന്മാർ പറയുന്നത് കരിമ്പിന്റെ ഒരു തണ്ട് രണ്ട് തണ്ട് ജോയിൻ ആവുന്നതിന്റെ ആ സൈസ് ഗ്യാപ്പ് കൂട്ടുകയും ഇതിന്റെ സൈസിന്റെ വണ്ണം കൂട്ടുകയും അതിന്റെ അകത്തിരിക്കുന്ന ഷുഗറിന്റെ കണ്ടന്റ് കൂട്ടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഗ്രോ മാജിക് യൂസ് ചെയ്യുകയാണെങ്കിൽ. എങ്ങനെ യൂസ് ചെയ്യണം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഇതല്ലാണ്ട് നമ്മൾ സിറ്റികൾ നോക്കുകയാണെങ്കിൽ, അതായത് അർബൻ ഏരിയയിൽ വിട്ടിട്ട് നമ്മൾ റൂറൽ ഏരിയ അതായത് വില്ലേജുകൾ വിട്ടിട്ട് നമ്മൾ സിറ്റിയിലേക്ക് വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കട്ട് ഫ്ലവർ മാർക്കറ്റ്. അതായത് പൂക്കളുടെ കുറെ ആൾക്കാർ ഇന്ന് പൂക്കളുടെ ഫ്ലോറികൾച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഗ്രീൻ ഹൗസിൽ. അവർക്ക് അടിപൊളി പ്രൊഡക്റ്റാണ് ഈ ഫ്ലവറിന്റെ സൈസും ഫ്ലവറിന്റെ മണവും ഫ്ലവറിന്റെ റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റാണ് സിറ്റിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിയുടെയും മാർക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ആൾക്കാര് അവരവരുടെ വീട്ടില് ചെറിയ കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് മാത്രം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ സിറ്റികളിലും വില്ലേജ് വിട്ടിട്ട് സിറ്റിയിൽ പോയാലും ഇതിന് വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ലിറ്ററില് 0.5 ml ഇത് നമ്മൾ ഗ്രോ മാജിക്കിന്റെ അഡ്വാൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂവർഷത്തിൽ വരുന്ന ഫ്ലവേഴ്സിന്റെ അടിപൊളി നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റും. ഗ്രോ മാജിക് അഡ്വാൻസ് നോക്കുമ്പോൾ ഇതിൽ പടത്തിൽ കാണുന്ന മാതിരി റൂട്ട്, അതായത് വേരുകളുടെ ഡെവലപ്മെന്റ്, ഒരു ചെടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് വേരുകൾ. വേരുകൾ എത്ര ഡെവലപ്പ് ആവുന്നു, വേരുകൾ എത്ര മണ്ണിലേക്ക് താഴത്തേക്ക് പോകുന്നു, അത്ര കൂടുതൽ ഫുഡ്, അതായത് ന്യൂട്രിയൻസ് അതിന്റെ മുകളിലേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ സൈസും ഗ്രോത്തിന്റെയും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വെള്ള കളറുള്ള റൂട്ട്സ് ഉണ്ടാക്കുകയും സെക്കൻഡ് ഇനീഷ്യൽ ഗ്രോത്തിനെ പെടാക്കുന്ന കയറ്റുവാനും പിന്നെ എല്ലാ ന്യൂട്രിയൻസും പൊട്ടാഷ്യം ആയിക്കോട്ടെ നൈട്രേറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മണ്ണിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏതൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അത് പെട്ടെന്ന് വലിക്കാനും ഇതിന്റെ കഴിയുന്നു. പിന്നെ ഒരേ സ്ഥലത്തു നിന്ന് കൂടുതൽ ഇലകൾ വരും, അതായത് ഇലകളുടെ സൈസും ഇലകളുടെ തിക്നെസ്, അതായത് റിജിഡ് വാൾ സെൽ വാൾ, അതിന്റെ ഇലകളുടെ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ചെടി വരുമ്പോൾ അത്ര കൂടുതൽ ബ്രാഞ്ചുകൾ അതിൽ വരുന്നു. പ്രൊഫ്യൂസ്ഡ് ബ്രാഞ്ചിങ് ഉണ്ടായി കഴിഞ്ഞാൽ
നന്നായിട്ട് ഗ്രോത്ത് വരുന്ന ചെടികളാണ് നമ്മൾ കാണുന്നത്. കുറച്ച് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ചെടിയുടെ സൈസ് ചെറുതാകുകയും ചെടി ചെറുതായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഉത്പത്തികൾ അതിന് കുറയാനുള്ള ചാൻസുകൾ. ഇതാണ് ഞാൻ പറഞ്ഞത് പൂക്കൾ ഉണ്ടാകുകയും ഒരേ സ്ഥലത്ത് നിന്ന് കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും പിന്നെ ഫ്രൂട്ട്സ് താഴത്തേക്ക് വീഴുന്ന കുറെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ ഞാനിപ്പോ നോർത്ത് ഇന്ത്യ വന്നപ്പോൾ അവിടെ ഗോതമ്പും പിന്നെ അരിയുടെ മുകളിലും കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഗ്രെയിനിന്റെ വെയിറ്റും പിന്നെ അതിന്റെ ഓയിൽ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂട്ടുകയും ഫ്രൂട്ട്സിന്റെ വെജിറ്റബിളിന്റെ എല്ലാത്തിനെയും മണവും സൈസും എല്ലാതും കൂട്ടുന്ന ആൾക്കാർ. പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അതായത് ചായ, പിന്നെ കോഫി, പിന്നെ സ്പൈസസ്. ഈ 3 സാധനത്തിലെ ഒരു കണ്ടന്റ് ഉണ്ട്, അതിന്റെ പേരാണ് ആൽക്കലോയിഡ്സ്. ആൽക്കലോയിഡ്സ് ചായയുടെയും കോഫിയുടെയും സ്പൈസസിന്റെയും ഗുണവർദ്ധങ്ങൾ കൂട്ടുന്ന ഒരു സാധനമാണ്. അതിനെ കൂട്ടുവാൻ നമുക്ക് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒന്ന് കാണുന്നത് എന്താണെങ്കിൽ, അതായത് പൂക്കൾ ഉണ്ടാകുമ്പോൾ ഈ പോളിനേഷൻ വേണ്ടി ഉണ്ടാക്കുന്ന പൂക്കളില് മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ, അതായത് ജെൻഡർ നോക്കുമ്പോൾ മെയിൽ ഫ്ലവർ ടു ഇതിന് കൺവേർഷൻ, എത്ര മെയിൽ ഫ്ലവർ ഉണ്ടാവുന്ന അത്ര ഫ്രൂട്ട്സ് കുറയുകയും ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് കൂടുകയും ചെയ്യുന്നു. അപ്പൊ മെയിൽ ഫ്ലവറിനെ ഫീമെയിൽ ഫ്ലവറിൽ കൺവേർട്ട് ചെയ്യാനും വളരെ നന്നായിട്ട് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ് ചെയ്യുന്നു. പിന്നെ ഏത് തരം പ്രോബ്ലം ഉണ്ടായി, പിന്നെ നമ്മൾ കാണുന്ന വാട്ടർ മെലോൺ, അതായത് കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കടി എന്ന് പറയും ഇന്ത്യയിലെ. പിന്നെ മെലോൺസ്, അതിൻ്റെയും സൈസ് ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു. പിന്നെ കാണുന്ന റിസൾട്ട്സ് ആണ് കുറച്ച് ഫോട്ടോസ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതായത് റൂട്ട്, അതായത് വേരുകളിൽ ഉണ്ടാകുന്ന ചിലതാണ്. കാരണം ഉരുളൻകിഴങ്ങ്, സബോള, പിന്നെ നമ്മുടെ മഞ്ഞള്, ക്യാരറ്റ്, മുള്ളങ്കി, പിന്നെ റാഡിഷ്, ഈ എല്ലാ മണ്ണിന്റെ അകത്തുണ്ടാകുന്ന സാധനങ്ങളുടെ സൈസും ക്വാണ്ടിറ്റിയും കൂട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഗ്രോ മാജിക് അഡ്വാൻസ്. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഭൂവസ്ത്രയുടെ മണ്ണിലുണ്ടാകുന്ന കിടകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരുന്ന വേരുകൾ നന്നായിട്ടുണ്ടാകുകയും ഉത്പന്നങ്ങൾ കൂടുകയാണ് നമ്മൾ കണ്ടത് ഓൾ ഓവർ ഇന്ത്യയിലെ. അപ്പോൾ റൂട്ട്സ് ഉള്ള എല്ലാ സാധനങ്ങളുടെയും സൈസ് കൂട്ടുവാനും അതിന്റെ ക്വാളിറ്റി കൂട്ടാനും നമ്മുടെ ഭൂവസ്ത്ര നമ്മുടെ ഗ്രോ മാജിക്കിന്റെ റിസൾട്ട് നമുക്ക് കാണും. അപ്പോൾ നമ്മൾ ചെയ്ത് എവിടൊക്കെ നമ്മൾ ഫാർമിംഗ് കാണുന്നു, എവിടൊക്കെ നമ്മൾ കർഷകന്മാരെ കാണുന്നു, 2 പാക്കറ്റ് ഭൂവസ്ത്രയും പിന്നെ 1 പൗച്ച് നമ്മുടെ ഗ്രോ മാജിക്കിന്റെയും മിക്സ് ചെയ്തിട്ട് നമ്മൾ നെല്ല്, കരിമ്പ്, അതായത് വീറ്റ്, ഗോതമ്പും, കോട്ടൺ, സോയാബീൻ, ഇങ്ങനത്തെ എല്ലാ കർഷകർ ചെയ്യുന്ന എല്ലാവർക്കും, പിന്നെ ഏത് തരം വെജിറ്റബിൾസ് ഉണ്ടായാലും ഇതിന്റെ 2ന്റെയും കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് കൂടുകയും അതുമാതിരി തന്നെ ഫ്ലവേഴ്സും ഫ്രൂട്ട്സും കൂട്ടുകയാണ് നമ്മൾ ഇതുവരെ ഓൾ ഓവർ ഇന്ത്യയിൽ ഇതിന്റെ യൂസ് ചെയ്ത ഫാർമേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതിന്റെ 2ന്റെയും 2 പാക്കറ്റ് ഭൂവസ്ത്രയും 1 പൗച്ച് ഗ്രോ മാജിക് അഡ്വാൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് വളരെ നന്നായി വരും. പിന്നെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് MI സ്പ്രേ പ്ലസ്. MI സ്പ്രേ പ്ലസ് എന്താണ്? ആദ്യം മനസ്സിലാക്കേണ്ടത് MI സ്പ്രേ പ്ലസ് ഇത് നമ്മൾ ഏത് സൊല്യൂഷൻ, ഏതെങ്കിലും നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ ക്രോപ്പിന് നമ്മൾ അടിക്കുമ്പോൾ, അത് പമ്പിലിട്ട് അടിക്കുമ്പോൾ ഇതിന്റെ ഇലയുടെ മുകളിൽ ഒട്ടി പിടിക്കുകയും അത് അവിടെ പിടിച്ചു വെച്ച് ഇലയുടെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ മുകളിൽ നോർമൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന്റെ പേരാണ് സർഫേസ് ടെൻഷൻ. സർഫേസ് ടെൻഷൻ നമ്മളിപ്പോ ചേമ്പിന്റെ ഇലയുടെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചേമ്പിന്റെ ഇല കൊണ്ട് വെള്ളം വീണു. അപ്പൊ നമ്മുടെ MI സ്പ്രേ പ്ലസ് അതിൽ മിക്സ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ ആ ഇലയുടെ മുകളിൽ ഇത് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു, അത് അതിനോട് ഒട്ടിപ്പിടിക്കുന്നു. സെക്കൻഡ് ക്വാളിറ്റി അതിനെ സ്പ്രെഡ് ചെയ്യുക. ഫസ്റ്റ് അതിനെ ഒട്ടിപ്പിടിക്കുക, പിന്നെ അത് സ്പ്രെഡ് ചെയ്യുക. ഇത് സ്പ്രെഡ് ആവുമ്പോൾ ഇലയുടെ മുകളില് കീടങ്ങൾ കടിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത് ഈക്വൽ ആയിട്ട് കിട്ടും. നമ്മൾ ഒരു പെസ്റ്റിസൈഡ് നമ്മൾ അടിക്കുകയാണ്, ഇതിന്റെ കൂടെ മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ കംപ്ലീറ്റ് ഇലയ മുകളിലും താഴത്തും കറക്കും. അതുമാതിരി തന്നെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് താഴത്തേക്ക് വരെ പെനിട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ കംപ്ലീറ്റ് ഇലയുടെ മുകളിലും ഈ ക്രോപ്സിന്റെ തണ്ടിന്റെ മുകളിൽ എല്ലാവരും അത് കോട്ടായി കഴിഞ്ഞാൽ ഈ കീടങ്ങൾക്ക് കടിക്കാണ്, അതായത് ജ്യൂസ് ചക്ക് ചെയ്യുന്നതും കടിച്ചു തിന്നുന്ന ഈ ഇൻസെക്ട്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമാതിരി തന്നെ നമ്മുടെ
ഏതെങ്കിലും സൊല്യൂഷൻ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അടിക്കുമ്പോൾ, അതായത് MI സ്പ്രേയുടെ കൂടെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ അടിക്കുമ്പോൾ ആ ഉള്ള കെമിക്കലിന്റെ ആക്ടിവേഷൻ കൂടുതലാക്കുകയും പമ്പിന്റെ ഉള്ള ഏത് സൊല്യൂഷൻ ഇട്ട് ഒഴിക്കാനും അതിന്റെ എഫിക്കസി കൂട്ടുവാൻ റിയാക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി. അതായത് സ്റ്റിക്കറുണ്ട്, സ്പ്രെഡറുണ്ട്, പെനിട്രേറ്റർ ഉണ്ട്, പിന്നെ ആക്ടിവേഷൻ ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാക്സിമം ലിമിറ്റ് വരെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള റിയാക്ടറിന്റെ കാര്യവും നമ്മുടെ MI സ്പ്രേ പ്ലസ് ചെയ്യും. ഏതെങ്കിലും നമ്മൾ അതിന്റെ കൂടെ കെമിക്കൽ യൂസ് ചെയ്യും. പ്ലസ് നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട്സിന്റെ തോട്ടങ്ങളിലെ ഹണിബീസ്, അതായത് തേനീച്ചകൾ കൂടുതൽ വരുന്നു. കർഷകന്മാരുടെ ചോദിക്കുകയാണെങ്കിൽ കർഷകന്മാരുടെ ഫ്രണ്ടാണ് ഹണിബി, അതായത് തേനീച്ച. എത്ര കൂടുതൽ തേനീച്ച വരുന്നു അത് ക്രോസ് പോളിനേഷൻ ചെയ്യാനും ആ ഗ്രോത്ത് കൂട്ടാനും ഇത് അടിപൊളിയാണ്. അപ്പൊ MI സ്പ്രേ പ്ലസ് ഇത് സ്റ്റിക്കർ, സ്പ്രെഡർ, പെനിട്രേറ്റർ, ആക്ടിവേറ്റർ, റിയാക്ടർ ആൻഡ് പോളിനേറ്റർ. എത്ര കൂടുതൽ ഹണിബീസ് വരുന്നു, എത്ര കൂടുതൽ തേനീച്ചകൾ നമ്മുടെ ഫീൽഡിൽ വരുന്നു, അത്ര ബെനിഫിഷ്യൽ ആണ് നമ്മുടെ ഫീൽഡിന് വേണ്ടിയിട്ട്. MI സ്പ്രേയുടെ ഡോസ് സ്പ്രേ ചെയ്യണമെങ്കിൽ 0.33 ml 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കുക. അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി 0.33 ml 1 ലിറ്റർ വെള്ളത്തിൽ. ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം പോകുമ്പോൾ അതിലേക്ക് വീഴുമ്പോൾ 100 ml 1 ഏക്കറിന്. അത് നമുക്ക് അതിന്റെ ഐഡിയ അറിയില്ല. ആ കർഷകന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ വേറെ സ്റ്റൈലുകളുണ്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് 100 ml കൊടുക്കേണ്ടത്. അത് അവർ അതിൻ്റെ കുറെ ആൾക്കാർ പമ്പ് യൂസ് ചെയ്യാറുണ്ട്, ചിലർ ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഓർമ്മിക്കേണ്ട എന്താണ് 100 ml, അതായത് നമ്മുടെ ഒരു കുപ്പി 1 ഏക്കറിന് വേണ്ടി. ഹെർബിസൈഡിന്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ 0.50 ml, 1 ml അല്ല 0.50 ml per liter of water. ഇതാണ് MI സ്പ്രേ പ്ലസിന്റെ ഡോസേജ്. അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ അതാണ് MI വീർ. ബേസിക്കലി കുറെ ടെസ്റ്റുകളുണ്ട്. ചിലത് ലാർവ, എഫിഡ്സ്, ജാസിഡ്സ്, ട്രിപ്സ്, മൈറ്റ്സ് ആൻഡ് വൈറ്റ് ഫ്ലൈ. അതായത് ഏത് തരം ഇൻസെക്ട് ഉണ്ടായാൽ, ഏത് തരം കീടങ്ങൾ നമ്മുടെ ഇതിന് വരികയാണെങ്കിൽ നമ്മൾ ഒറ്റ സ്പ്രേ MI വീറിന്റെ അടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ടെസ്റ്റ് അതിൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ കുറെ നമ്മൾ കാണാറുണ്ട് ഫീൽഡിൽ പോയിട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിളകോ അല്ലെങ്കിൽ ഏതെങ്കിലും ചീരയുടെ ഇലയോ ഏതെങ്കിലും ഉള്ളിൽ ചെറിയ ഈ പുഴുക്കൾ കടിക്കുന്നുണ്ട്. ഇത് കടിച്ചിട്ട് ഇല തിന്നു കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി പോകുകയും അതിന് കർഷകന്മാർക്ക് അതിന്റെ വില കിട്ടില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ MI സ്പ്രേ ഒന്നടിച്ച് ഏത് ഇൻസെക്ട് ആയാലും, പർട്ടിക്കുലർ പേരല്ല, ഏത് ഇൻസെക്ട്, ഏത് കീടങ്ങളും നമ്മുടെ ഫീൽഡ് തോട്ടത്തിൽ വരികയാണെങ്കിൽ അതിന് മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാതും പോകും. ഇതാണ് നമ്മുടെ കർഷകന്മാര്, നമ്മുടെ ഗ്രാമത്തിലുള്ള കർഷകന്മാർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് MI വീർ. ഇപ്പോൾ ഇനി അടുത്ത് പറയാൻ പോണത് MI വീറിന്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അമാവാസ്യ, അതായത് നോ മൂൺ ഡേ കോൺസെപ്റ്റ്, ഇത് വളരെ ദയവിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഫീൽഡില്, നമ്മുടെ തോട്ടങ്ങളില് നമ്മൾ ചിത്രശലഭങ്ങൾ കാണാറുണ്ട്. ചിത്രശലഭങ്ങൾ വളരെ സുന്ദരമായ ഒരു ജീവാണ്. പക്ഷെ ഈ ചിത്രശലഭങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നുണ്ടാണെങ്കിൽ ഈ ഇൻസെക്ട്സ്, ഈ കീടങ്ങള്, അതായത് അമാവാസ്യത്തിന്റെ ആ ദിവസത്താണ് ഇവരുടെ ആണിന്റെയും പെണ്ണിന്റെയും മേറ്റിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി 2 ദിവസത്തിൽ ഇത് മുട്ടയിടും. ഇത് ചിലത് 5000 മുട്ട അടക്കം ഒരു കീടം ഇടാൻ പോകുന്നു. അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ഫീഡ് നാശാക്കാൻ പറ്റുന്ന ഒരു കീടങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ 5 ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടകളിൽ നിന്ന് ഈ ലാർവ, അതായത് ഈ പുഴു, കാറ്റർപില്ലർ എന്ന് പറഞ്ഞ ലാവ പുറത്തേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ഫീൽഡ് നാശാക്കാൻ കാണാം. അതായത് ഒരു കീടം 5000 ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ 5000 കീടങ്ങൾ നമ്മുടെ ഫീൽഡ് ഉണ്ടെങ്കിൽ എത്ര തരം പുഴുക്കളാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് പുഴുക്കൾ വരുന്നത്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണെങ്കിൽ ഇതിന്റെ സ്പ്രേയിങ് 5ാമത്തെ ദിവസം, അതായത് അമാവാസ്യ കഴിഞ്ഞ 5ാമത്തെ ദിവസം ടു 15ാം ദിവസം വരെ, അതായത് ചന്ദ്രനില്ലാത്ത, അതായത് അമാവാസ്യ തൊട്ടിട്ട് 5ാമത്തെ ദിവസം തൊട്ടിട്ട് 15ാം ദിവസം വരെ നമുക്ക് ഇതൊക്കെ സ്പ്രേ ചെയ്യാം. ഏത് കൺട്രോളിലിട്ട് മിക്സ് ചെയ്താൽ കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും MI വീർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നു. കോൺസെപ്റ്റ് പിന്നെയും മനസ്സിലാക്കുക. നോ മൂൺ ഡേ ടു ഫുൾ മൂൺ ഡേ.
നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ രണ്ടാമത്തെ ദിവസം മുട്ട ഇടാൻ തുടങ്ങുമ്പോൾ, അതായത് നൂമുൻ എന്ന് അമാവാസ്യ ഉണ്ടോ അന്ന് നമ്മൾ സ്പ്രേ ചെയ്യുക. ഞാൻ പറഞ്ഞത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോളം കാലത്തോ അല്ലെങ്കിൽ വൈകുന്നേരം സൂര്യൻ ഉദിക്കേണ്ടയും സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കട്ടിപ്പോകും. പ്ലസ് 5th day to noon moon day to 15th day അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല. കാരണം അപ്പോഴേക്കും അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോയിട്ട് ചിത്രശലഭമായി മാറാൻ പോകുന്നത്. പിന്നെ അടുത്ത സൈക്കിൾ വരുമ്പോൾ നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് പിന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും. ഡോസ് എന്താണെങ്കിൽ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ, MIV ഡോസ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യാൻ നമുക്ക് പറ്റും. ഇതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശം, അതായത് വില്ലേജുകൾ നമ്മൾ ഉപയോഗിക്കും. അതുമാതിരി തന്നെ അർബൻ മാർക്കറ്റിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെസ്റ്റ് കൺട്രോളിന്റെ ആൾക്കാർ നമ്മുടെ സിറ്റികളിലൊക്കെ വരാറുണ്ട്. നമ്മുടെ വീട്ടിൽ കൊതു, പിന്നെ ഈച്ച, കോക്രോച്ച്, പിന്നെ മൂട്ട എന്ന് പറയും, മൂട്ട, പിന്നെ എലികൾ, പിന്നെ കോഴിയുടെ പോൾട്രി ഫാമിൽ ഉണ്ടാവുന്ന കുറെ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ കോഴികൾ ചത്തുപോകുന്നുണ്ട്, കുറെ ഇൻസെക്ട്സ് അവർക്ക് അവരുടെ ചോര വലിക്കുന്നുണ്ട്. പിന്നെ തലയിൽ ഉണ്ടാവുന്ന പേൻ എന്ന് പറയുന്ന സാധനം, അതും ലൈസിസ്. ഇതിന്റെ എല്ലാ മാനേജ്മെന്റിനും വേണ്ടി നമുക്ക് MIV, അതായത് സിറ്റിയിലിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ചോദിക്കാറുണ്ട്, അതായത് സാർ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്, നിങ്ങൾ ടൗണിലെവിടെ? പക്ഷെ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ടൗണിന്റെ തൊട്ടടുത്ത് നമുക്ക് തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ പാഡി ഫീൽഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കേരളത്തിലെ ആ പ്രശ്നം കുറെ സിറ്റികളില്, അതായത് ചെന്നൈയില്, ഡൽഹിയില്, കൽക്കട്ടയിലൊന്നും ഇതിന്റെ ഉപയോഗമില്ല. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഓരോ പെസ്റ്റിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നെ MIV അർബൻ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടെർമൈറ്റ്സ്. നമ്മുടെ നാട്ടിൽ ഞാൻ പ്രത്യേകം എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വീടിന്റെ എല്ലാ ഫർണിച്ചറും ഇത് താണം തിന്നു പോകുന്നുണ്ട്. അപ്പൊ അത് ഫീൽഡിൽ ഉണ്ടാവാറുണ്ട്, മരങ്ങളുടെ മുകളിൽ ഉണ്ടാവാറുണ്ട്, വീടിന്റെ ഫർണിച്ചറിന് മുകളിൽ, നമ്മുടെ വീടിന്റെ തട്ടിന് മുകളിൽ ഉണ്ടാകാറുണ്ട്. അതിനും നമ്മുടെ MIV നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ടെർമൈറ്റ്സ് നമുക്ക് ഇന്നത്തെ കാലത്ത് പ്ലൈവുഡ് ആന്റി ടെർമൈറ്റ് പ്രൂഫ് പ്ലൈവുഡുകൾ വരാറുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മുടെ MIV സ്പ്രെഡ് ചെയ്യുക. അതുപോലെ തന്നെ കാഷ്നട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ വലിയ മരങ്ങളുടെ മുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുറെ ഓർച്ചിഡ്സ് ഉണ്ട്, വേറെ വലിയ വലിയ മരങ്ങളുള്ള നാരങ്ങയുടെയും ഓറഞ്ചിന്റെയും സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ടെർമൈറ്റ് ടെർമിനേഷന് വേണ്ടിയും നമ്മൾ സിറ്റി ഏരിയയിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വീടുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇവിടെ MIV. അടുത്ത പ്രൊഡക്റ്റിലേക്ക് കടക്കുന്നു. ഈ അടുത്ത പ്രൊഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് റിക്കവറി ചെയ്യാം, എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻ. കുറെ തരം ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ നമ്മുടെ ഫീൽഡിൽ കാണാറുണ്ട്. അതിലൊന്ന് ഇലയുടെ മുകളിൽ സ്പോട്ടുകൾ, പിന്നെ മൈൽഡ്യൂ, പോണ്ടിച്ചേരി, കുറെ അങ്ങനെ കുറെ പേരുണ്ട്. ഷീത്ത് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഉണ്ടാവുന്ന അത് ചീഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ, 5000 ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് ക്രോപ്പുകളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ക്രോപ്പ് നഷ്ടമാകും. എവിടൊക്കെ ഫംഗസിനെ പറ്റി നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ കർഷകന്മാർക്ക് അടിപൊളി നോളജ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ഏരിയയിലുള്ള കർഷകന്മാരെ പോയിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഏരിയയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് അത് കണ്ടറിയുക. അത് കഴിഞ്ഞിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പറയാൻ വളരെ എളുപ്പമാണ്. സോ ഫംഗസിന്റെ ക്യൂറിങ്ങും, അതായത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മാറ്റുവാനും, അതുപോലെ തന്നെ ഫംഗസ് ഉണ്ടാവാണ്ടിരിക്കാനും വേണ്ടി പ്രിവെന്റീവായിട്ട് നമ്മുടെ MI പ്രൗഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് മണ്ണിലിടുകയാണെങ്കിൽ 500 ml 1 ഏക്കറിന് വേണ്ടി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അത് ഇറിഗേഷൻ ചെയ്യാൻ പറ്റും. ഇലയുടെ മുകളിലോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ മുകളിലോ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 2 ml അത് MI സ്പ്രേ പ്ലസ് 0.5 ml ഇത് MI പ്രൗഡും നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 2 തരം നമുക്ക് ചെയ്യാൻ പറ്റും. മണ്ണിൽ 500 ml പ്ലസ് പോളിയോ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ 2 ml MI പ്ലസ് MI സ്പ്രേ, അതായത് പ്രൗഡും MI സ്പ്രേയും മിക്സ് ചെയ്തിട്ട് അത് 0.5 ml യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് തരം ഫംഗസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടായാലും നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റും. MI പ്രൗഡിന്റെ സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി കാണിക്കുന്നത് കരിമ്പിൻ തോട്ടം. കുറെ സ്ഥലങ്ങളിൽ കരിമ്പിന്റെ തോട്ടങ്ങളുണ്ട്. കരിമ്പിൻ തോട്ടത്തിന്റെ ഇത് നടുമ്പോൾ കരിമ്പിന്റെ കഷ്ണങ്ങളാക്കിയിട്ടാണ് അതാണ് മണ്ണിൽ നടുന്നത്.
അപ്പൊ 10 ലിറ്റർ വെള്ളത്തില് 500 ml MI പ്രൗഡും 100 ഗ്രാം ഗ്രോ മാജിക് അഡ്വാൻസും അതുപോലെ തന്നെ 50 ml MI സ്പ്രേ പ്ലസും മിക്സ് ചെയ്തൊരു ബക്കറ്റിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ മുക്കി വെക്കുക. 2-5 മിനിറ്റ് മുക്കി വെച്ചിട്ട് അത് നമ്മൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാനും ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പച്ചക്കറികൾ നമുക്ക് ചെയ്യുമ്പോൾ 2 ലിറ്റർ വെള്ളത്തിലെടുത്ത് 50 ml MI പ്രൗഡും പ്ലസ് 50 ഗ്രാം ഗ്രോ മാജിക് അഡ്വാൻസും പ്ലസ് 20 ml MI സ്പ്രേ പ്ലസും മിക്സ് ചെയ്തിട്ട് ഒരു ഏക്കറിൽ നമ്മൾ ഈ ചെടികൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഫാന്റാസ്റ്റിക് റിസൾട്ട്. പിന്നെ കേരളത്തിൽ എവിടെ പോയാലും പുഞ്ചപ്പാടങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യും. 2 ലിറ്റർ വെള്ളത്തില് 50 ml MI പ്രൗഡ് പ്ലസ് 50 ഗ്രാം ഗ്രോ മാജിക് അഡ്വാൻസ് പ്ലസ് 20 ml MI സ്പ്രേ പ്ലസ് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്യുക. അതായത് നമ്മൾ പുഞ്ചപ്പാടത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മൾ നടുന്ന സമയത്ത് ഇത് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പാഡി ഫീൽഡിൽ ഫിനോമിനൽ ഗ്രോത്തും ഫിനോമിനൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ബനാന, അതായത് വാഴകൾ. അതിലും 10 ലിറ്റർ വെള്ളത്തില് നമുക്ക് എടുക്കുക. അതിൽ 500 ml MI പ്രൗഡ്, 100 ഗ്രാം ഗ്രോ മാജിക് പ്ലസ് 50 ml MI സ്പ്രേ പ്ലസ്. ഇത് 1 ഏക്കർ പ്ലാന്റേഷനിൽ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വാഴ പ്ലാന്റേഷനിൽ ഫാന്റാസ്റ്റിക് റിസൾട്ട് ആണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതിന്റെ നിങ്ങൾ ഫോട്ടോ എടുത്തോ, കാരണം ഇതിന്റെ ഡോസേജ് എല്ലാം മുമ്പ് എഴുതിയിട്ട്. നമുക്ക് നാട്ടിൽ കാണുന്ന എല്ലാ തരം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MI പ്രൗഡ്. പിന്നെ മഞ്ഞളും ഇഞ്ചിയും ആക്ച്വലി റൂട്ട് ബേസ്ഡ് ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഉൽപ്പന്നമാണ്. അതിൽ 10 ലിറ്റർ വെള്ളം പ്ലസ് 500 ml അതില് MI പ്രൗഡും 100 ഗ്രാം ഗ്രോ മാജിക്കും 50 ml MI സ്പ്രേയും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ വളരെ അധികം റിസൾട്ട് കിട്ടുന്ന ഒരു ഫാന്റാസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MI പ്രോ. ഇത് സീഡ് ട്രീറ്റ്മെന്റ്, ഇത് നമ്മൾ നടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലസ് ഇഞ്ചിയോ അല്ലെങ്കിൽ മഞ്ഞളോ ഇത് ചീഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MI പ്രോ. പിന്നെ ഈ കാണുന്ന ഫോട്ടോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാഴകളുടെ മുകളിലും മരങ്ങളുടെ മുകളിലും ഓറഞ്ച്, കിന്നോ, സ്വീറ്റ് ലൈം, പിന്നെ ചിർക്കി, കാർഡമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏലക്കായ, പോമഗ്രാനൈറ്റ് അത് കാണുന്നത് അതിൽ കാണാൻ പറ്റുന്നു. ചായ ഇലയുടെ മുകളില് ബ്ലാക്ക് പെപ്പർ, അതിന്റെ ഫുഡ് റോട്ട്, പാഡിയുടെ ഷീറ്റ്, അതായത് നെല്ലിന്റെ മുകളിലത്തെ തണ്ടിന്റെ മുകളിൽ വരുന്ന കോഫിയുടെ മുകളില്, അതിൽ ചിലയിടത്ത് ഈ റെഡ് റസ്റ്റ് എന്ന് പറയും, ചുവന്ന കളറിന്റെ ഒരു തുരുമ്പ് പിടിക്കുന്ന മാതിരിയുള്ള സാധനം കാണും. ഇതിനൊക്കെ MI പ്രൂഡിന്റെ ഇലകളുടെ മുകളിലെ ട്രീറ്റ്മെന്റ് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MI പ്രൗഡ്. അത് ഫോളിയർ, അതായത് ഇലകളുടെ മുകളിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി. ഡോസേജ് 500 ml വെള്ളത്തിലെ 1 ഏക്കറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഫോളിയർ സ്പ്രേയിലെ MI പ്രൗഡ് 2 ml MI സ്പ്രേ പ്ലസ് 0.5 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം, 60% അപ് ടു 60% മുകളിൽ റിസൾട്ട് വരണമെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 60% ഈ ഇലകളിൽ കാണുന്ന മാതിരി 100% ഇലകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ, പ്ലാന്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വളരെ പാടാണ്. പക്ഷെ 60% നമുക്ക് ഉണ്ടെങ്കിൽ അപ് ടു 60% നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അത് നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മ വെക്കണം. 60% റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവണം. 100% ഇലകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞിട്ട് യാതൊരു കാര്യം. അടുത്ത പ്രൊഡക്റ്റ് ആണ് MI സിട്ര. MI സിട്ര എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കുറെ ഇൻസെക്ട്സ്, അതായത് ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ, നിങ്ങൾ ഫോട്ടോ കാണുന്നുണ്ട്. അത് എസ്പെഷ്യലി കാണുന്നത് അതിന് BPH എന്നും പറയാറുണ്ട്. ഇത് കൂടുതൽ പുഞ്ചപ്പാടത്തിൽ കാണുന്ന ഒരു കീടമാണ്. പ്ലസ് ഇത് മാവിന്റെ മുകളിൽ, പിന്നെ കുറെ പോമഗ്രാനറ്റും, പിന്നെ ഗ്രേപ്സ്, അതായത് മുന്തിരി, മാങ്ങ, ഇതിന് മുകളിൽ പിന്നെ ഗോവ, പേരക്കായ, കിന്നോ എന്ന് പറഞ്ഞ ഓറഞ്ച് മാതിരി കാണുന്ന ഒരു മഞ്ഞ കളറുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു കീടമാണ് ഈ BPH, ഈ ബ്രൗൺ പ്ലാന്റ് ഹോപ്പേഴ്സ്. ഇതിനെ ട്രീറ്റ് ചെയ്യാണ്. അതുമാതിരി തന്നെ ഓറഞ്ച്, കിന്നോ, കസ്റ്റർഡ് ആപ്പിൾ, അതായത്
ബനാന, പപ്പയ, സ്ട്രോബെറി, മൾബറി, പിന്നെ ഏതുതരം മെലോൺസ് ആയിക്കോട്ടെ, പിന്നെ വാട്ടർമെലോൺ യൂസ് ചെയ്യാൻ പറ്റും, കോഫി, ബ്ലാക്ക് പെപ്പർ, പിന്നെ നമ്മുടെ വെറ്റില, ഇതിന് മുകളിലുണ്ടാവുന്ന എല്ലാ സക്കിംഗ് ഇൻസെക്ട്സ്, അതായത് ജ്യൂസ് വലിച്ചെടുക്കുന്നതും ഇലകളെയും തണ്ടുകളെയും നഷ്ടപ്പെടുന്ന ചില കീടങ്ങളുണ്ട്. അത് അതിന്റെ ആസ്പിരിറ്റ്സ് എന്ന് പറയും, ജാസ്പിരിറ്റ്സ് എന്ന് പറയും, വൈറ്റ് ഫ്ലൈ ഉണ്ട്, വെള്ള കളറിന്റെ ഈച്ചയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചായലിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ഒരു തരം മോസ്കിറ്റോ ഉണ്ട്. അതിനെ മോസ്കിറ്റോ ബഗ്, ടീ മോസ്കിറ്റോ ബഗ് എന്ന് പറയും. അത് എസ്പെഷ്യലി ചായത്തോട്ടങ്ങളിൽ ഉണ്ടാവുന്ന, അത് അതിന്റെ ഇലകളുടെ ജ്യൂസ് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ആ ഇലകൾ നഷ്ടപ്പെടുകയും നമ്മുടെ ക്രോപ്പ് എല്ലാം പോകും. അതിനു വേണ്ടി ഡോസിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ മുകളിലും പ്ലാന്റിന്റെ മുകളിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ MI Citra 2 ml പ്ലസ് MI സ്പ്രേ 0.5 ml വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങ് സ്പ്രേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം കീടങ്ങളിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MI. ഇതൊരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്, മനസ്സിലാക്കേണ്ടത്. ദിസ് ഇസ് ഇമ്മ്യൂണോ മോഡുലേറ്റർ. പിന്നെ ഇന്നത്തെ കാലത്ത് കാണുന്നത് ബേസിക്കലി കുറെ തരം പുതിയ കീടങ്ങൾ, അതായത് കോവിഡ് കഴിഞ്ഞിട്ട് കുറെ തരം പുതിയ കീടങ്ങൾ ഇന്ത്യയിൽ വന്ന് അറ്റാക്ക് ചെയ്യാനാണ് നമ്മൾ കാണുന്നത്. അതായത് അതിന്റെ ഒന്നിന്റെ പേരാണ് ഫോൾ ആർമി വോം. അതായത് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോപ്കോൺ ഉണ്ടാക്കുന്ന കോൺ, ചോളത്തിൽ കൊണ്ടുണ്ടാകുന്നത് പെടാന്നെല്ലാം മണികൾ വീഴുകയും ചെടികൾ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ പേരാണ് ഫോൾ ആർമി വോംസ്. അതുമാതിരി തന്നെ മിളകിലും ഈ കറുത്ത കളറുള്ള ഒരു തരം പുഴു വരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് വേറെ എവിടെയും പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. അതിലെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ 3 പ്രൊഡക്റ്റ്, MI Wheel, MI Citra, MI Spray Plus. ഇലകളുടെ മുകളിൽ ഇങ്ങനെ കീടങ്ങൾ വന്ന് കടിച്ചിട്ട് തീർക്കുകയാണെങ്കിൽ ഫോളിയർ സ്പ്രേക്ക് വേണ്ടി MI Wheelന്റെ 2 ml, MI Citra 2 ml, MI Spray Plusന്റെ 0.5 ml 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക. എല്ലാ 8 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അത് 8ാം ദിവസം നമുക്ക് സ്പ്രേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 10-15 ദിവസത്തിൽ നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നവരെ ഇതിന്റെ കോമ്പിനേഷൻ ചെയ്യുകയാണ്. ഇത്തരം പുതിയ വരുന്ന കീടങ്ങളിൽ നിന്ന് നമുക്ക് അതിന് പുറത്തേക്ക് വരാൻ പറ്റുകയും നമ്മുടെ എല്ലാ ക്രോപ്സിനും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി. അടുത്ത പ്രൊഡക്റ്റ് ആണ് വൈറസ് പ്ലസ്. വൈറസ് എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ്. ഇന്ന് വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ എന്ന് പറഞ്ഞ വൈറസ് വന്നിട്ട് ആകെ കഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിലാണ്. അതുമാതിരി തന്നെ നമ്മൾ സീഡിലും കുറെ തരം വൈറസുകളുണ്ട്. ഇന്ന് വൈറസ് കംപ്ലീറ്റ് വൈറസ്, ഏത് വൈറസ് ഉണ്ടായാലും കുറെ കാലം വരെ നമുക്ക് ഇതിന് സേവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി 2 തരം കോമ്പിനേഷനാണ് നമ്മൾ പറയുന്നത്. ഒന്ന് വൈറസ് പ്ലസ് MI Wheel. വൈറസ് 2 ml അതുമാതിരി തന്നെ MI Wheel 2, അല്ലെങ്കിൽ MI Citra 2 ml പിന്നെ 0.5 ml നമ്മുടെ സ്പ്രേ, ഈ MI Spray Plus. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ വൈറസ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ബേസിക്കലി അതൊരു ഇമ്മ്യൂൺ മോഡുലേറ്റർ ആണ്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും 95 കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ റെസിസ്റ്റൻസ് പവർ കൂട്ടുന്നു. അതേമാതിരി തന്നെ നമ്മുടെ ഓരോ പ്ലാന്റ്സിന്റെ വൈറസിന്റെ അഗേൻസ്റ്റ് വരുന്ന അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യമാണ് ഈ 2 തരം കോമ്പിനേഷൻ നമുക്ക് കാണാം. അതായത് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ലൈക്ക് MI Citra അലോങ് വിത്ത് വൈറസ്, അത് നമ്മൾ സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ഇലകളാണെങ്കിൽ, സ്പെഷ്യലി മഞ്ഞ കളർ പറഞ്ഞാൽ ഈ നേരത്തെ കാണിച്ച മാതിരി അത് മഞ്ഞ കളറായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ 60% ഞാൻ പറഞ്ഞ മാതിരി, ആ 60% ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആ മഞ്ഞക്കറം വന്ന ഇലകളെ നമുക്കത് ഗ്രീൻ ആക്കാൻ പറ്റില്ല, അത് പച്ച കളറാക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ വരാൻ പോകുന്ന ഇലകൾ, പഴയ ഇലകൾക്ക് അറ്റാക്കായി വൈറസ് അറ്റാക്ക് ചെയ്തു, അത് മഞ്ഞ കളറായി, അതിൽ 60% കുറവാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന പുതിയ ഇലകളിനെ പച്ച കളറായിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. പക്ഷെ പഴയ ഇലകളിനെ നമുക്കത് കളറ് മാറ്റാൻ പറ്റില്ല. അപ്പോൾ കാരണം ഈ മഞ്ഞ കളർ വരിക എന്ന് പറഞ്ഞാൽ എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസ്
അതായത് ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരോ ചെടികൾക്കും ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ ഫോട്ടോസിന്തസിസ് ആ പ്രൊസീജിയറിന് ത്രൂ ആണ് നമ്മുടെ ഓരോ ചെടികളും അതിന്റെ ഫുഡ് ഉണ്ടാക്കും. മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ ഈ ഇലകളുടെ ഫോട്ടോസിന്തസിന്റെ പ്രോസസ് നിൽക്കുകയാണ്. അങ്ങനെ അത് സ്വന്തമായിട്ട് ചത്തു പോവുകയാണ് നമ്മൾ കാണും. അപ്പോ ഈ കോമ്പിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞ കളർ വന്ന സാധനം ഇല അവിടെ നിൽക്കുകയും പുതിയ വരുന്ന ഇല പച്ചയായും ആ ചെടിക്ക് ഒരു പുതിയ ജീവദാനം കിട്ടുകയാണ് കാണുന്നത്. വേറെ കാണുന്നതാണ് നമ്മൾ കുറെ ഈ വൈറസിന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന മഞ്ഞ കളറിന്റെ ഓരോരോ ചെടികളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഇലകൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഇതിന്റെ ഫോട്ടോ എടുക്കാം. നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ 60% കൂടാൻ പാടില്ല. ഇതിൽ കാണുന്നത് മഞ്ഞ കളറും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പച്ച കളറും കാണുന്നുണ്ട്. കംപ്ലീറ്റ് മഞ്ഞായി കഴിഞ്ഞാൽ അത് 60% മുകളിലേക്ക് പോയിരിക്കുകയാണ്, കംപ്ലീറ്റ് വരാൻ. അപ്പൊ ആ ചെടി ചത്തുപോയി. 60% ഉണ്ടെങ്കിൽ ഈ ഇലകൾ അങ്ങനെ നിൽക്കുകയും വരുന്ന പുതിയ ഇലകളെ പച്ച കളറാക്കാൻ പറ്റുകയാണ്. നമ്മൾ വൈറസിന്റെ ഈ 2 കോമ്പിനേഷൻ പറഞ്ഞത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ആണ് മോഡിഫൈ. എന്താണ് മോഡിഫൈ? മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH. നമുക്ക് എല്ലാവർക്കും അറിയും, വെള്ളത്തിന്റെ ഒന്നുള്ള ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു pH ഉണ്ട്. അതായത് നമ്മൾ ഡിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെ എസ്പെഷ്യലി മുന്തിരിത്തോട്ടങ്ങൾ 5.5 to 6.5 അത് അതിന്റെ pH ആണ്. ഇതിന്റെ ഇടയ്ക്കുണ്ടായാൽ മാത്രമാണ് നമുക്ക് ഡിപ്പിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യണമെങ്കിൽ 6 to 6.5 ആണ് ഓൾ ദ ക്രോപ്സ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്പ്രേ ഈ സ്പ്രേ ചെയ്യുന്നതിന്റെ വെള്ളത്തിലൊക്കെ pH കൂടുതലും കുറവാണെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റുകയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ആണ്. കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ വലിയൊരു മാർക്കറ്റാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ടോട്ടൽ ഇന്ത്യയുടെ കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ മാർക്കറ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 2021 നമ്മൾ കാണുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ കാണുമ്പോൾ 2021 to 2029 there's a big market. Indian fertilizer market value 937 billion. 1 billion എന്ന് പറഞ്ഞാൽ 100 കോടി. അപ്പൊ 937 ബില്യന്റെ മാർക്കറ്റാണ് നമ്മുടെ ഈ മാർക്കറ്റിന്റെ കപ്പാസിറ്റി. ലാസ്റ്റ് 17 to 21 യൂറിയയുടെ പ്രൊഡക്ഷൻ വാസ് 240 LMT and production of DAP is 128. ഇതിൽ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്തപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ഫെർട്ടിലൈസർ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ എല്ലാ നാട്ടിലെല്ലായിടത്തും സൗത്ത് ഇന്ത്യ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് 40-45% ഫെർട്ടിലൈസറിന്റെ മാർക്കറ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ വലിയ മാർക്കറ്റാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഈ മാർക്കറ്റ് ഇന്ന് ഓൺലി കെമിക്കൽ ഫെർട്ടിലൈസർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ റീസെന്റ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതിന്റെ മുകളിൽ മെല്ലെ ബാൻ കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം ഇതിന്റെ കുറെ സൈഡ് ഇഫക്റ്റുകളുണ്ട്. ഇതിൽ വരുന്ന ക്രോപ്സിന്റെ ഉള്ളിൽ നെല്ല് ഏത് തരം ക്രോപ്സ് ആയാലും അതിനുള്ള കുറെ സൈഡ് എഫക്ട്സ് വരുന്നത് കാരണം ഗവൺമെന്റ് അതിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ കാലത്ത് ഈ ബയോ ഫെർട്ടിലൈസർ, അതായത് കെമിക്കൽ വേഴ്സസ് ബയോ ഫെർട്ടിലൈസർ നമ്മൾ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 70% കെമിക്കൽ ഫെർട്ടിലൈസർ. അതുകൊണ്ട് കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, പണ്ട് കാലത്ത് ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്താ? വെരി സിമ്പിൾ റീസൺ മൈ ഡിയർ ഫ്രണ്ട്സ്. പണ്ട് കാലത്ത് ഇത്ര അധികം കെമിക്കൽസ് നമ്മുടെ ഫാർമിംഗിൽ യൂസ് ചെയ്യാറില്ല. ഇന്ന് വളരെയധികം. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് ഇസ് 1200 crore. 1200 കോടിയുടെ ബിസിനസ് ആണ് ഈ ഫെർട്ടിലൈസർ മാർക്കറ്റ് നടക്കുന്നത്, എസ്പെഷ്യലി കെമിക്കൽ ഫെർട്ടിലൈസർ. ഇന്ന് ബയോ ഫെർട്ടിലൈസർ 30% ഓൾറെഡി വന്നിരിക്കുകയാണ്. ആൾക്കാർക്ക് മനസ്സിലായി ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും
അത് ഫീൽഡിൽ സ്പ്രേ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ക്രോപ്സ് തിന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കുറെ അസുഖങ്ങൾ വരുന്ന ഒരു സാധനമാണ് കെമിക്കൽ ഫെർട്ടിലൈസർ. ആ ഒരു ക്ഷേത്രത്തിലാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മളെ വരാൻ പോകുന്ന അടുത്ത ഇന്ത്യ ഗ്രോയുടെ പുതിയ അട്രാക്ഷൻ. നമ്മളിപ്പോ ഈ മാർക്കറ്റിലേക്ക് കടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നോ കെമിക്കൽ ബിസിനസ് വിൽ ബി ദെയർ. 150 കിലോ യൂറിയ, 150 കിലോ DAP ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വരാൻ പോകുന്ന നാനോ ഫെർട്ടിലൈസർ ഒരു കുപ്പി, ചെറിയ ഒരു കുപ്പി, 1 ലിറ്റർ കുപ്പി 150 കിലോ പ്ലസ് 150 കിലോനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്, ഈ ഒരു കുപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 150 കിലോന്റെ യൂറിയയുടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ഇക്കണോമിക് ലോസ്, അതായത് ഇത്രയധികം ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യൂറിയ DAP യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഭാരതദേശത്തിന്റെ മണ്ണിന്റെ ക്വാളിറ്റി, അതിന്റെ ഹെൽത്ത്, അതിന്റെ pH, വരാൻ പോകുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾ കിട്ടാൻ പോകുന്ന ക്രോപ്സിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുമാതിരി തന്നെ ഭാരതദേശത്തിന്റെ അറ്റ്മോസ്ഫിയർ, കാരണം ഈ കെമിക്കൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ മണ്ണും പിന്നെ നമ്മുടെ വാതാവരണവും നാശമായി പോകുന്നുണ്ട്. പിന്നെ ഈ മണ്ണിൽ ഉണ്ടാകുന്ന നാച്ചുറൽ മൈക്രോബിയൽ ലൈഫ്, മണ്ണിന് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നാട്ടുപ്രദേശം ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു മണം വരും. പുതിയ ഫസ്റ്റ് ടൈം മഴ പെയ്യുമ്പോൾ നമ്മൾ മണ്ണിന്റെ ഒരു മണം വരണ്ട്. ആ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണിൽ ഉണ്ടാവുന്ന ചെറിയ മൈക്രോബ്സ് ആണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ പോയി. കാരണം ഈ DAP യൂറിയ ഇട്ടിട്ട് സകല കെമിക്കൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിൽ ഉണ്ടാവുന്ന നാച്ചുറൽ മൈക്രോബിയൽ ലൈഫ് തീരുകയാണ്. അതുമാതിരി തന്നെ ഈ സ്പ്രേ ചെയ്യുന്ന ഓരോ കെമിക്കൽസും മണ്ണിൽ വീണിട്ട് അത് താഴത്തേക്ക് പെർക്കുലേറ്റ് ആയിട്ട് മഴ വരുമ്പോഴും അത് താഴത്തേക്ക് പോയിട്ട് കിണറുകളുടെ ത്രൂ, കിണർ വെള്ളത്തിന്റെ ത്രൂ, പൈപ്പ് ലൈനിന്റെ ത്രൂ, നദികളുടെ ത്രൂ നമ്മൾ ആണ് ഇത്ത കാലത്ത് പറയുന്നത് ലൈഫ് നമ്മുടെ കുറഞ്ഞു പോയി. സോ that is valued at 957 billion rupees. 1 ബില്യൺ 100 കോടി. 2022 ഒരു ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പോകുന്നത്. ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഈ ചെറിയ ഒരു കുപ്പിയായിട്ട്, 1 ലിറ്ററിന്റെ കുപ്പി 150 കിലോ യൂറിയ, 150 കിലോ DAP റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോരോ കർഷകന്മാരുടെ ഔട്ട്പുട്ട് ചെയ്യാൻ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് നടക്കാൻ. ഐ ഹോപ്പ് യു ആർ ഓൾ അണ്ടർസ്റ്റുഡ്. ഇത് പ്രസന്റേഷൻ നടത്താൻ വേണ്ടി തന്ന നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ റീജിയണൽ മാനേജേഴ്സും MIയുടെ